പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയോടും ഉപവാസത്തോടും ത്യാഗത്തോടും കൂടെ ദൈവാരാധനയിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നമുക്ക് ഉറ്റുനോക്കാം. അമ്മ പ്രാർത്ഥിച്ച ഒരേ ഒരു പ്രാർത്ഥനയാണ് മറിയത്തിന്റെ സ്തോത്രഗീതം. ഒരു പ്രത്യേക വെളിപാട്, ഒരു ഉൾക്കാഴ്ച ലഭിച്ചുകൊണ്ട് ലൂക്ക 1:46 മുതൽ 53 വരെ ദിവസവും 7 തവണ, നമുക്കറിയാം 7 തവണ സ്തുതിപ്പ് എന്ന് ബൈബിളിലുണ്ട്. ഓരോ ശ്വാസത്തിനും ദൈവത്തെ സ്തുതിക്കണം എന്ന് ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഒരേ ഒരു പ്രാർത്ഥനയാണ്, ഭാഗമാണ് ഈ മറിയത്തിന്റെ സ്തോത്രഗീതം. ഇത് ഹൈലി ഡെലിവറൻസ് പ്രെയർ ആണ്. പ്രത്യേകിച്ച് 1-ാം വചനം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പിതാവായ ദൈവത്തിനെയും പുത്രനായ ദൈവത്തിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുന്ന ഒരു സ്തുതി കീർത്തനമാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. നമ്മളത് മനഃപാഠമാക്കണം. നമ്മളത് 7 പ്രാവശ്യം ദിവസവും ചൊല്ലണം. ഇപ്പോൾ നമുക്ക് 3 തവണ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്ററിൻ്റെ ടീമിന് ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു വെളിപാടാണ്. 10 വർഷമായിട്ട് നമ്മൾ എല്ലായിടത്തേക്കും കൊണ്ട് നടക്കുന്ന, സഞ്ചരിക്കുന്ന മാതാവ് പരിശുദ്ധ അമ്മ ദൈവവചന മാതാവിൻ്റെ പടം വെച്ച് ഒരു പടം നമ്മൾ തയ്യാറാക്കിയതാണ്. പ്രേക്ഷിതരുടെ കൈകളിൽ കാണുന്നത്. നമുക്ക് ഈ സമയം 3 തവണ സ്തോത്രഗീതം പ്രാർത്ഥിക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തരെ ലഭിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ടവിഭവങ്ങളുണ്ട് സമ്പന്നരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ലൂക്ക 1:46 മുതൽ മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ലൂക്ക 1:46 മുതൽ മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ